നാടകം ഒരു കാലത്ത് കേരളീയർക്ക് ജീവനും ജീവിതവുമായിരുന്നു. കഥകളിയിലൂടെയും ആട്ടക്കഥകളിലൂടെയും പാവക്കൂത്തുകളിലൂടെയും കഥ ബുദ്ധിമുട്ടി മനസ്സിലാക്കിയെടുത്തിരുന്ന നമ്മൾ കഥാപ്രസംഗത്തിലൂടെയും നാടകത്തിലൂടെയും കഥ അനായാസേന മനസ്സിലാക്കി ആസ്വദിച്ചു തുടങ്ങി. പക്ഷേ ഇന്ന് ഈ നാടകം നാമാവശേഷമായി തുടങ്ങിയോ എന്ന് കേരളം ഭയപ്പെട്ടു തുടങ്ങി. അക്കൂട്ടത്തിലെ പ്രമുഖരുടെ കൂടെ ഇപ്പോൾ ഒരാൾ, PA ഹംസക്കോയ. ഹംസക്കോയയും നാടകത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ചിന്തയിലേക്ക് വന്നു. ഒരു രാത്രിയിലെ ആ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ഈ ഓൺലൈൻ ഫാമിലി. അച്ഛൻ്റെ കഥ, അമ്മയുടെ കഥ, മകളുടെ, മകൻ്റെ, സൗഹൃദത്തിൻ്റെ, മാനവരാശിയുടെ തന്നെ കഥ. നമുക്ക് തിരിച്ചു പോകണം നാടകത്തിലേക്ക്. അതിനുവേണ്ടിയാണ് ഹംസക്കോയയുടെ ഈ എഴുത്ത്. അദ്ദേഹം എഴുതി സമർപ്പിക്കുന്നു ഈ തിരരൂപത്തിലുള്ള നാടകം ഓൺലൈൻ ഫാമിലി. സഹൃദയ സദസ്സിന് നമോവാകം. സൗദി ഗാമൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്സിനു വേണ്ടി PA ഹംസക്കോയ രചിച്ച് നിർമ്മിക്കുന്ന ഓൺലൈൻ ഫാമിലി നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു ഈ ഓൺലൈൻ ഫാമിലി. ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ. ആത്മബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും ശിഥിലമായി. ആത്മബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും ശിഥിലമായി. മൂല്യച്യുതി വന്ന് ശുഷ്കിച്ചു പോയൊരു സംസ്കാരമാണിന്ന് ഭാരതത്തിൽ. മൂല്യച്യുതി വന്ന് സൃഷ്ടിച്ചു പോയൊരു സംസ്കാരമാണിന്ന് ഭാരതത്തിൽ. മാറ്റുവിൻ ജീർണിച്ച പ്രത്യയ ശാസ്ത്രത്തെ നന്മതൻ നേർവഴി തേടിടുവിൻ. മാറ്റുവിൻ ജീർണിച്ച പ്രത്യയ ശാസ്ത്രത്തെ നന്മതൻ നേർവഴി തേടിടുവിൻ. ശാസ്ത്രക്കുതിപ്പിൻ കൊടുങ്കാറ്റടുക്കിലും ശ്രേഷ്ഠമാം പൈതൃകം കൈവിടല്ലേ. ശാസ്ത്രക്കുതിപ്പിൻ കൊടുങ്കാറ്റടുക്കിലും ശ്രേഷ്ഠമാം പൈതൃകം കൈവിടല്ലേ. സ്ത്രീത്വം മഹത്വം വരിച്ചൊരു സ്ഥാനമാണെന്നും കുടുംബത്തിൽ ഭാഗ്യദീപം. സ്ത്രീത്വം മഹത്വം വരിച്ചൊരു സ്ഥാനമാണെന്നും കുടുംബത്തിൽ ഭാഗ്യദീപം. സ്നേഹസൗഹാർദ്ദവും നീതി ന്യായങ്ങളും നിത്യം പുലരുന്ന നാൾ വരട്ടെ. ഉന്മതനുല്ലാസമേകുന്ന മാനസമെല്ലാ മനുഷ്യനും കൈവരട്ടെ. സർവമതസ്ഥരും സോദര സ്നേഹത്താൽ ശാന്തിതൻ ഭൂമിയിൽ വാണിടട്ടെ. മാനവരാശിക്ക് മാർഗദീപങ്ങളായി ഭാരത മക്കൾ ഭവിച്ചിടട്ടെ. മാനവരാശിക്ക് മാർഗദീപങ്ങളായി ഭാരത മക്കൾ ഭവിച്ചിടട്ടെ. ഭാരത മക്കൾ ഭവിച്ചിടട്ടെ. ഭാരത മക്കൾ ഭവിച്ചിടട്ടെ. നെസ്റ്റ് ഗ്രൂപ്പിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു ഈ ഓൺലൈൻ ഫാമിലി.
കർത്താവേ. എന്റെ തോമസ് ചേട്ടാ, ഇതെന്ത് കൈക്കും തലയ്ക്കും ഒക്കെ പരിക്കണ്ടല്ലോ. എന്താ സംഭവിച്ചേ? ഇതെങ്ങനെ സംഭവിച്ചു? ഞാനൊന്ന് കുളിമുറിയിൽ വീണടോ. വീണോടത്തുനിന്ന് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. എന്നിട്ട് പക്ഷെ കതക് കുറ്റിയിട്ടതുകൊണ്ട് അവളെ ഒന്ന് തള്ളി തുറക്കാനോ ചവിട്ടിപ്പൊളിക്കാനോ ഒന്നില്ല. എന്ത് ചെയ്തെന്നാ അവൾ ആശാരിയെ വിളിക്കാൻ പോയി. ദൈവങ്ങളെ, ഞാൻ തലേം തല്ലി വീണ് ചോരേ ഒഴുകി ബോധം കെട്ട് അവിടെ കിടപ്പായി. പിന്നെ അവള് പോയി ആശാരിയെ വിളിച്ചു വന്ന് കതക് തുറന്ന് അകത്ത് വന്നപ്പോ ഞാൻ അങ്ങനെ കിടക്കാണ്. പിന്നെ അവളും ആശാരിയും കൂടെ എന്നാ പൊക്കി ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിലാക്കി. ഇതെന്തൊരു ഭാര്യ! ഞാനങ്ങ ആയിരുന്നെങ്കിൽ കൈമടിക്കൊന്ന് കൂട്ടിത്തേനെ. അതിനെനിക്ക് ബോധം വേണ്ടടോ. അവള് പറയണതേ അവളെ മകൻ അമേരിക്കയിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണെന്ന്. അത് ശരി. ഈ വാതില് തല്ലിപ്പൊളിച്ചാൽ പിന്നെ അതിനെന്തോരം പണം വേണോന്ന്. ഓ, അപ്പോ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലോ? അത് സാരമില്ലടോ. ആ വാതിലിനെക്കാളും വില കുറഞ്ഞ മറ്റൊരു ഭർത്താവിനെ കിട്ടൂലേ. ചിലപ്പോ ഒന്നും കൊടുക്കാതെയും കിട്ടും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലടോ, പണ്ടത്തെ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. അതൊക്കെ ശരി. എടോ പരമോ, താൻ ഇപ്പൊ എന്നെ അവിടെ കണ്ടതല്ലേ? ഞാനോ? എന്നിട്ട് താൻ ഈ വിവരം എന്നോട് പറഞ്ഞോ? ഇപ്പൊ ജോർജ് പറയുമ്പോഴാ ഞാൻ ഈ വിവരം അറിയുന്നത്. എന്റെ സീസുക്ക, ഞാൻ കരുതി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തന്നല്ലേ കരുതിയത്. കേട്ടോ തോമസേട്ടാ, ഈ മഹാൻ ഭാര്യയെ ഒഴിവാക്കിയതറിഞ്ഞോ? ഞാൻ അറിഞ്ഞടോ. പക്ഷേ അറിഞ്ഞത് മറ്റാരോ കൂടെ പോയെന്നാണ്. അതാളുകൾ വെറുതെ പറയുന്നതല്ലേ, പരദൂഷണം. പിന്നെന്താ സംഭവം? അതായത് ഞാൻ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ കിടക്കുന്ന വിവരം തോമസ് ചേട്ടന് അതൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട്. തോമസേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പോയിട്ട് വരാം. അപ്പോ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു വന്നത്, എന്റെ തൊട്ടടുത്ത കട്ടിലിൽ ഒരു ഇടുക്കിക്കാരൻ നസ്രാണി കാലൊടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് ശരി. അവൻ എഴുന്നേക്കാനും മൂത്രപ്പുരയെ പോകാനും എന്റെ ഭാര്യയെ വിളിക്കും. അവക്കാണെങ്കിൽ എന്റെ കാര്യത്തിൽ തീരെ സമയവുമില്ല. എപ്പോഴും അവന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ. അവനാണെങ്കിൽ പെണ്ണ് കെട്ടാത്ത ഒരു ചെറുപ്പക്കാരനും. അവള് നോക്കിയപ്പോ ഞാൻ വയസ്സായില്ലേ, കുട്ടികളുമില്ല. എന്നാ പിന്നെ ആ പുളിങ്കൊമ്പി കയറി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ടെന്ത്, അവൻ പേര് വെട്ടി ഇടുക്കി പോയപ്പോ അവളും കൂടെ അങ്ങോട്ട് പോയി. അപ്പൊ താനിപ്പോ വേറെ കെട്ടിയ? നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനാന്നും ആലോചിക്കുന്നുണ്ട്. വേണ്ടടോ, വേണ്ട. ആ കുരിശി ഇനി ചുമക്കാതിരിക്കാണ് നല്ലത്. തനിക്കൊരനുഭവമുള്ളതല്ലേ? അതാണ് ഞാനും വിചാരിക്കണത്. പക്ഷേ അത് കൺട്രോൾ ചെയ്യണോടോ. അങ്ങനെ പറയാം. ആ പരമു, അതെന്റെ കൊച്ചു മോനാണ്. ഇവൻ അവന്റെ തന്തയും തള്ളയും കൂടെ അമേരിക്കയിലാണ്. കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു അത്യാവശ്യത്തിന് ഇവിടെ വന്നതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവ തിരിച്ചു പോവും. മോന്റെ പേരെന്താണ്? കൊച്ചൗസേപ്പ്. കൊച്ചിനൂസോ? No uncle, കൊച്ചൗസേപ്പ്. അല്ല എടോ, കൊച്ചൗസേപ്പ്. ശിവ ശിവ, പുതിയ കുട്ടികളല്ലേ, പറഞ്ഞപ്പോ അത്രയ്ക്ക് പിടികിട്ടിയില്ല. എടോ, അമേരിക്കൻ പിള്ളേര് ഇങ്ങനെയാണ് സംസാരിക്കണത്. ഇവന്റെ പേര് ശരിക്കും ഒരു അമേരിക്കൻ പേരാണ്, അതും വായിക്കൊള്ളാത്ത പേര്. പിന്നെ ഞാൻ റോയിയോട് പറഞ്ഞിട്ടാണ്
എന്റെ അപ്പന്റെ പേര് ഇവനെടിപ്പിച്ചത്. ഇതാവുമ്പോ എനിക്ക് വിളിക്കാനും എളുപ്പമാണല്ല. എന്തായാലും അപ്പന്റെ പേര് മറക്കില്ലല്ലോ. താനെന്താടോ എന്നൊന്ന് ഇരുത്തിയതാണ്. ഓ അതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാണ്. നമുക്കാർക്കും നമ്മുടെ തന്തമാരെ മറക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ അല്ലല്ലോ. ഓഹോ, അത് ശരി. മോനെ കൊച്ചൗസേപ്പേ, വലിയപ്പച്ചന്റെ ചെല്ലവും എടുത്ത്. ചെല്ലൻ അതെന്താ വല്യപ്പച്ച? ഇസ് ഇറ്റ് കമ്പ്യൂട്ടർ? അല്ലട പൊട്ട, ആ വെറ്റിലെ അടക്കം വെച്ചേക്കണ പെട്ടി. അതെന്തിനാ വല്യപ്പച്ച? വല്യപ്പച്ചൻ ഓൺലൈനിൽ എടുത്തൂടെ? അതെന്തു കുന്തോടാ, ചവക്കാൻ പറ്റുമോ? ചവക്കാനല്ല, ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം അപ്പോൾ തന്നെ ഇവിടെ എത്തും. അതെങ്ങനെയാടാ? അത് വല്യപ്പച്ച, ദേ ഇതുപോലെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓർഡർ ചെയ്യാം. എന്നാലേ നീ ഒന്ന് ഓർഡർ ചെയ്ത് അവരോട് കുറച്ച് മുറുക്കാൻ ഇടിച്ച് തതച്ച് അപ്പൂപ്പന്റെ വായില് വെച്ച് തരാൻ പറ. എന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത്? ഇന്നെല്ലാം ഓൺലൈനിലാണ്, അത് നിങ്ങൾക്കറിയോ? ആ അപ്പൊ നിന്നെ റോയി ഉണ്ടാക്കിയത് ഓൺലൈനിലൂടെ ആണടാ. എടാ ചെറുക്കനെ, നമ്മുടെ സംസ്കാരം ഒന്നും മറക്കല്ലടാ. എടാ കരണ്ട് പോയാ കമ്പ്യൂട്ടർ പോകും. പക്ഷേ ജീവനുള്ള കാലം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്ന കൈയും കാലും കൊണ്ട് നടത്തണം. അതുകൊണ്ട് പൊന്നു മോൻ ചെന്ന് വലിയപ്പച്ചന്റെ മുറുക്കാഞ്ചെല്ലും കൊണ്ട് എടുത്തോണ്ട് വാ. തോമസ് ചേട്ടൻ പറഞ്ഞത് എല്ലാം ശരിയാണ്. നമുക്ക് നമ്മളായി തന്നെ ജീവിക്കണം. കമ്പ്യൂട്ടർ ആയാൽ എൻ്റെ ഈശ്വര ജീവിതം തൊലഞ്ഞത് തന്നെ. അത് ശരിയാണ് പരമു. എനിക്കൊന്ന് കിടക്കണം. ആയിക്കോട്ടെ. താനെ നാളെയും വരണം. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീഴാതിരുന്ന മതിയായിരുന്നു. അല്ല റോസി, ഇപ്പോഴിങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടോ? പോരാത്തതിന് തോമസ് ചേട്ടൻ സുഖമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ? അതെ, ബാലവക്കീലിന് സാധിക്കുമെങ്കിൽ സാധിച്ചതാ. എന്റെ ഇളയപ്പന്റെ കൂടെ പഠിച്ച ആളാണല്ലോ എന്ന് കരുതിയാ ഞാനിത് അങ്ങോട്ട് ഏൽപ്പിച്ചത്. അല്ലാതെ നാട്ടിൽ വേറെ വക്കീലന്മാരില്ലാഞ്ഞിട്ടല്ല. നിങ്ങളാവുമ്പോ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാവല്ലോ എന്നും കരുതിയിട്ട് തന്നെയാ. റോസി, വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അത് വലിയ പ്രശ്നമാണ്. പള്ളി ഇടപെട്ടാലേ ഇതൊക്കെ സാധിക്കൂ. അതെനിക്ക് അറിയാമല്ലോ. അതല്ലേ പെട്ടെന്ന് കിട്ടാൻ കുടുംബ കോടതിയിൽ കൊടുത്ത് വക്കീലിനോട് വാങ്ങിത്തരാൻ പറഞ്ഞത്. കോടതിയിൽ അങ്ങനെ പെട്ടെന്ന് കൊടുത്ത് തീർപ്പാക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? പോരാത്തതിന് തോമസ് ഏട്ടൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ പിന്നെ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ? അതുണ്ടോ? എന്തടിസ്ഥാനം? ഇതിയാന്റെ കൂടെ ജീവിക്കാൻ എനിക്കിനി പറ്റൂല. എന്റെ മോടെ കൂടെ ദുബായിക്ക് എനിക്ക് പോണം. ദുബായിൽ പോകണേ എന്തിനാ വിവാഹമോചന സർട്ടിഫിക്കറ്റ്? അതെ, വക്കീലിനൊന്നും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇന്നലെ അവള് വിളിച്ചിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ദുബായിക്ക് പോകാൻ വിസ കിട്ടൂല. കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് മരിക്കണം, അല്ലെങ്കിൽ ബന്ധം വേർപെടുത്തി ജീവിക്കണം. എന്തായാലും ഇത് ഞാൻ മരിക്കാത്തിടത്തോളം കാലം ഇപ്പൊ ഇതേ വഴിയുള്ളൂ. എന്നാ രണ്ടാൾക്കും കൂടി പോയിക്കൂടെ? രണ്ടാൾക്കും കൂടി പോവാൻ വിസയ്ക്ക് ഒരുപാട് പൈസ വേണം. അത് മാത്രല്ല, അവരിപ്പോ ഒരു മുറിയുള്ള ഫ്ലാറ്റിലാ താമസിക്കുന്നത്. വേറൊരു ഫ്ലാറ്റ് എടുക്കാൻ സാബു സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഇതല്ലേ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ വഴിയുള്ളൂ. അവള് പറയണ പോലെ അങ്ങോട്ട് ചെയ്തു കൊടുക്കു വക്കീല്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവളെ കൂടെ ജീവിച്ചാലേ ഇവളെന്നെ വേഷത്തത് കൊല്ലും. ഓ എന്റെ ചേച്ചി, എന്റെ റോസ് ചേച്ചി, സങ്കടം ഉണ്ടട്ടാ. ഈ അവസ്ഥയിൽ ഈ മനുഷ്യനെ നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. എടോ പരമു, തനിക്കറിയില്ല, എന്റെ മോൾ ഇരട്ട പെറ്റ 2 കുട്ടികളെയും കൊണ്ട് അവിടെ കിടന്ന് എരിപിരി കൊള്ളുവാ. അവക്കൊരു കൈത്താങ്ങിന് ആരുണ്ട്? ഈ പറക്കം പറ്റാത്ത 2 കുഞ്ഞുങ്ങളെ നോക്കണം, സാബുവിന് ചോറും കറിയും വെക്കണം, വീടും നോക്കണം. ഒരു വേലക്കാരത്തെ നിർത്താമെന്ന് വെച്ചാ അതിനുള്ള ശമ്പളമൊന്നും സാബുവിനില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അത് പറ പരമേ, ഈ റോസി ചേച്ചിക്ക് കാര്യം പിടിയിട്ടിട്ടില്ല. ഇത് സാബു ബുദ്ധിപൂർവം കളിക്കുന്ന ഒരു കളിയല്ലേ? അതെ, അവന് ചുളുവിന് കുട്ടികളെ നോക്കാൻ ഒരു വേലക്കാരി വേണം. അതിനാ സാറാമോളെ പറഞ്ഞു പറ്റിച്ച പണിയല്ലേ? അത് ശരി, ഒരു വേലക്കാരുടെ റോളിലാണല്ലേ അവര് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഒരാളെ കിട്ടാൻ 800 ദിർഹമെങ്കിലും കൊടുക്കണം. നിങ്ങൾക്കാവുമ്പോ അത് തരണ്ടല്ലോ.
പലിശക്കാരൻ കൊച്ചൗസേപ്പിന്റെ മകൻ സാബുവിന്റെ മനസ്സിലിരിപ്പ് ഈ പാവത്തിന് മനസ്സിലാവില്ലല്ലോ. റോസി കേട്ടോ, നിങ്ങളുടെ സ്നേഹം ഉണ്ടായിട്ടോ നിങ്ങളെ ദുബായി കാണിക്കാനൊന്നും അല്ല അവരുടെ ഉദ്ദേശം. നിങ്ങളെ കൊണ്ടുപോയി പണിയെടുപ്പിക്കാനാണ്. അവിടെ വേലക്കാരെ കിട്ടില്ലല്ലോ. അത് പറഞ്ഞ ഈ പാവത്തിന് മനസ്സിലായിട്ടില്ല. ഇനി പോണെങ്കി പൊയ്ക്കോ. ഈ തോമസിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, തോമസ് ചേട്ടനെ ഓൾഡ് ഏജ് ഹോമിലാക്കാൻ റോയി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ലെങ്കിൽ റോയി അങ്ങനെ ചെയ്യാനാ റോയി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിന് വക്കീല് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങേർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇന്നെന്റെ മക്കൾ ലണ്ടനിൽ വിളിച്ചിരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. റോസി, ഈ അയൽക്കാരുടെ സ്നേഹമെങ്കിലും ഈ പാവം മനുഷ്യനോട് നിങ്ങൾക്ക് കാണിച്ചുകൂടെ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ 2 കുട്ടികളുടെ തന്തയല്ലേ. ഇപ്പോൾ ഈ സ്ഥിതിയിലായതും നിങ്ങൾ കാരണമല്ലേ. അന്ന് വീണ ഉടനെ നിങ്ങൾ ആ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിരുന്നെങ്കിൽ ഇപ്പോഴീ അവസ്ഥയിലാകുമായിരുന്നോ? ആരോഗ്യമുള്ള സമയത്ത് റോസ് ചേച്ചിയെ ഈ മനുഷ്യ പൊന്നുപോലെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കറിയാം. ഒന്നിനും ഒരു കുറവ് ഈ മനുഷ്യൻ നിനക്ക് വരുത്തിയിട്ടുണ്ടോ? ഞാൻ മനഃപൂർവ്വം അല്ല. അന്നേരം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങേരെ പൊക്കാനും സാധിക്കില്ലായിരുന്നു. എന്നാ പിന്നെ രാഘവമേസ്ത്രി ഇവിടെ അടുത്തല്ലേ, അങ്ങേരെ വിളിച്ചാൽ 2ഉം കൂടി സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? ഇങ്ങേരുടെ ഉള്ള ആരോഗ്യം പോയില്ലേ? റോസി ചേച്ചി ഇനിയുള്ള കാലം തോമസ് ചേട്ടനെ നോക്കി ഇവിടെ തന്നെ കഴിയും. മക്കളയക്കുന്ന പൈസ ഇല്ലേ? എന്തെങ്കിലും പോരായ വന്നാ ഞങ്ങൾ ഇവിടെ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ചാറാമനെയും റോയിയെയും വിളിച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാം. നിങ്ങൾക്കൊരു വേലക്കാര്യത്തിന് നിർത്താൻ ഏർപ്പാടും ആക്കാം. എന്നിട്ട് നമുക്ക് ഈ കോടതിയിൽ സന്തോഷമായിട്ട് കഴിയാം. എന്താ പോരെ? എത്ര സ്നേഹമുള്ള അയൽക്കാർ, എന്തൊരു സഹനശക്തിയുള്ള ഭർത്താവ്. ഇതൊക്കെ പോരെ റോസിക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ? മോള് ദുബായിന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാവേ. ഹലോ മോനെ പറ. ഹലോ മോനെ. മോനെ പറ. അയ്യോ മോനെ, അപ്പൊ ഞാൻ വരണ്ടായോ മോനെ? എന്നാ ഞങ്ങൾ 2 പേരും കൂടെ വരാം മോനെ. ഹലോ ഹലോ മോനെ. ഹലോ. എനിക്കങ്ങനെ പിടിവാശിയൊന്നുമില്ല. നിങ്ങളൊക്കെ എങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ. എനിക്കിത് ഞാൻ എല്ലാമായിരുന്നു. ഇനി അങ്ങനെ തന്നെയാ. ദുബായി പോകാനുള്ളൊരു നശിച്ച തോന്നല എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. ആ വക്കീലെ, ഞാൻ ഒപ്പിട്ട കടലാസ് അങ്ങ് കീറിക്കളഞ്ഞേക്ക്. എന്നാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചായ എടുക്കട്ടെ. ഒരു ചായ എനിക്ക് കൂടി എടുത്തോട്ടാ. അല്ല, നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ ഫാമിലി പ്രശ്നമൊന്നും കേട്ടല്ല. എന്ത് കുടുംബത്തില് ഫാമിലി പ്രശ്നം? അവന് ഭ്രാന്താണ് വക്കീലെ. അവന് ആശുപത്രിന്ന് വരണേണ്. ആശുപത്രി ഒന്നും പറയണ്ട എന്റെ പരമിച്ചേട്ടാ. ഈ വയറ്റിൽ ഉരുണ്ടങ്ങട് കേറ്റോടും. ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞ കാല് വയറ്റില് ഭക്ഷണം കഴിച്ചിട്ടാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിക്കണമെന്ന്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ആഹാരം കഴിക്കണോന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അവനിക്ക് ഭ്രാന്താണ്. ഓൺലൈൻ ഫാമിലി. രചനാ നിർമ്മാണം PA ഹംസക്കോയ. സംവിധാനം അൻസാർ കലാഭവൻ. സഹസംവിധാനം ഹരി. ക്യാമറമാൻ സാലി ഇടപ്പള്ളി. അസിസ്റ്റന്റ് ക്യാമറമാൻ ശരത്. ആർട്ട് ഡയറക്ടർ സുബൈർ ശങ്കരംകുളം. മേക്കപ്പ് ഗിരീഷ് മാള. ലൈറ്റ് ആൻഡ് സൗണ്ട് മദർലാൻഡ്. സംഗീതം സീറോ ബാബു. ഗാനരചന ചന്ദ്രബോസ് ബെങ്ങോല. ആലാപനം അഷറഫ് കൊച്ചി. അഭിനേതാക്കൾ PM അബു, സജാദ് ബ്രൈറ്റ്, സൈനുദ്ദീൻ മൂലേപ്പാടം, ഇക്ബാൽ കരിമറ്റം, ഇജാസ് ആലുവ, അബ്ദുൽ ഖാദർ തോട്ടുമുഖം, മിനി കുണ്ടറ. സ്റ്റുഡിയോ ശ്രീ സ്റ്റുഡിയോ ആലുവ. സൗണ്ട് എഞ്ചിനീയർ ദീപക്.